ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ യാത്ര ഒരു കല്യാണമുണ്ട് നമുക്ക് കാഞ്ഞങ്ങാട്. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചാച്ചും അമ്മയും അച്ഛനുള്ള ഉള്ളിൽ റെഡി ആവുന്നുണ്ട്. പതിവ് പോലെ നമ്മ നാലാളാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. വാവിച്ചു കല്യാണത്തിന് വരുന്നില്ല പറഞ്ഞിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ചാച്ചു ഇതാ നേരത്തെ ഡ്രസ്സെല്ലാം ഇട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അമ്മ ഡ്രസ്സാക്കി കഴിഞ്ഞു, അച്ഛൻ ഡ്രസ്സാക്കുന്നുണ്ട്. ഏച്ചി വരുന്നില്ല കേട്ടോ. ഏച്ചി പറഞ്ഞു എനിക്ക് മടിയാന്ന്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ നേരത്തെ റെഡി ആയിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കല്യാണത്തിനല്ലേ? കല്യാണത്തിന് വന്നത് ആരെ കല്യാണം? ആരുടെ മോളെ കല്യാണത്തിന്? ആരുടെ കല്യാണത്തിന് വന്നത്? പിന്നെ ഷാരൂഖ് ആദ്യ പയ്യന്തിയിലുണ്ട്. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നു. ചാച്ചു വിചാരിച്ചു അച്ഛൻ്റെ വണ്ടിയിലാന്ന് നമ്മൾ പോകുന്നതെന്ന്. പക്ഷെ അച്ഛൻ വണ്ടി എടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ അവിടെ ചൊടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഏച്ചി എന്തൊക്കെയോ പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് വന്നു. അങ്ങനെ ഇപ്പം നമ്മൾ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് വീട് വരെ കുറച്ച് ടാറിങ് ഇല്ലാത്ത റോഡാണ്. അപ്പം നമ്മൾ റോഡിലേക്ക് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ചാച്ചു ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിൽ കാരണം ചാച്ചുവിനത് തലയൊക്കെ പൊള്ളുന്നുണ്ട്. അവൻ തലയിൽ കൈവച്ചാണ് നടക്കുന്നത്. അപ്പം നമ്മൾ നടന്ന് ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഭജന മന്ദിരമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എത്തി. അവിടെയാണ് മെയിൻ റോഡ് വരുന്നത്. അപ്പോൾ ഓട്ടോയിൽ കിട്ടിയാൽ ഓട്ടോയിൽ പോകാറിഞ്ഞിട്ടാണ്. ഇതാണ് മന്ദിരം. മന്ദിരത്തിൻ്റെ വീഡിയോ എല്ലാം എപ്പോഴെങ്കിലും ഒരിക്കൽ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇപ്പം റോട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഓട്ടോയ്ക്ക് കാത്തു നിൽക്കാൻ നീങ്ങുന്നത്. വണ്ടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ട് പോകുന്നുണ്ട്. നമ്മളെ റോഡ് ചാച്ചു അച്ഛനെ മിക്സ് നടക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പം ഇത് റോഡിൻ്റെ സൈഡ് ഭാഗത്തുള്ളതാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ കിട്ടാത്തതുകൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പുറത്തെ സൈഡിലേ നടക്കുന്നുണ്ട്. ഞാനും അച്ഛനും ചാച്ചും ഇപ്പുറത്തെ സൈഡിലേ കൂടി അങ്ങനെ നടന്ന് നമ്മൾ ഗോകുലം ഗോശാലയിലേക്ക് എത്തി. ഗോകുലം ഗോശാല എന്ന് പറഞ്ഞാൽ അവിടെ നിറയെ പശുക്കളുടെ ഫാമാണ്. നിറയെ പശുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവരുടെ ചുമരിൽ പോലും പശുക്കളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് പോയ അമ്പലത്തിൻ്റെ ഗേറ്റാണ്, ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പശുക്കളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ. ഇതൊക്കെ വരച്ചതാണ്. അപ്പം നമ്മൾ ചാച്ചുവിനെ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമുക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഓട്ടോ കിട്ടി കേട്ടോ. ഓട്ടോ കിട്ടിയിട്ട് നമ്മളിപ്പോൾ ഓട്ടോയിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്ര സർവകലാശാല റോഡിലേക്ക് കൂടിയാണ് പോകുന്നത് ഓട്ടോയിൽ. അപ്പോൾ ആ കാണുന്നത് കേന്ദ്ര സർവകലാശാലയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമൊന്നുമില്ല. അപ്പോൾ പുറത്തു കൂടി പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇനി കുറച്ച് പോയാൽ പെരിയ ടൗണിലേക്ക് എത്തും. നമ്മൾ ബസ് കയറേണ്ടത് പെരിയ ടൗണിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇപ്പം തന്നെ ബസ് കിട്ടി. അപ്പോൾ ബസ്സിൽ കയറി. ഞാനും അമ്മയും മുമ്പിലത്തെ സീറ്റിലാണ് ഇരുന്നത്. അച്ഛൻ പിറകിൽ ഇരുന്നിട്ടുണ്ട്. ബസ് ഇറങ്ങി. നമ്മൾ കിഴക്കങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് ഇറങ്ങിയത്. കല്യാണം ഐശ്വര്യ ഓഡിറ്റോറിയം. അവിടെ നിന്നാണ് കല്യാണം. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനാണ്. അച്ഛനും ചാച്ചും മുമ്പിൽ നടക്കുന്നുണ്ട്.
ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ പിറകിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയത്തിലെത്തിയ പാടെ ചാച്ചു വെള്ളം കുടിക്കാൻ തുടങ്ങി. വെയിലത്ത് നടന്നതുകൊണ്ട് അവന് ഭയങ്കര ദാഹം വന്നു. അങ്ങനെ അവൻ വേഗം തന്നെ വെള്ളം കുടിച്ചു. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലുള്ള ഒരു അമ്പലമാണ്, മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. നമ്മളെത്തുമ്പോഴത്തേക്ക് കല്യാണം തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചാച്ചു എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. അവൻ ഇരുന്ന് മടുത്തിട്ട് ഇപ്പം നടക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചാച്ചു പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. പപ്പടം ആരും അതിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ അവന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവന് പപ്പടം കിട്ടി. ഇപ്പം അവൻ പപ്പടം കഴിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഭക്ഷണം വന്നു. ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ചാച്ചുവിന് ബിരിയാണി അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ കുറച്ചേ കഴിച്ചുള്ളൂ. അവന് കൂടുതലും സദ്യയാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പെണ്ണിനെയും ചെക്കനെയും കണ്ടു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നിട്ട് അവിടുന്ന് മടങ്ങി. നമ്മൾ ഇപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് വെയിറ്റ് ചെയ്യുകയാണ്. വീണ്ടും KSRTC ബസ്സാണ് കിട്ടിയത്. അങ്ങനെ പെരിയയിലിറങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലേക്ക് എത്താനായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.